ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എവിടേക്കും പോയില്ലെന്ന് നമുക്ക് പേര് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളിതാ വയനാട് പോകണം ഗൈസ്. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്നൊക്കെ ബായ് പറഞ്ഞ് നമ്മളിതാ ഇറങ്ങിയിട്ടോ. അപ്പോൾ രാവിലെ സുബൈക്കാണ്. അപ്പോൾ അമ്പിളിമാമനൊക്കെ കണ്ടിട്ടോ ഇരിക്കാണ്. അപ്പോൾ വെക്കേഷനായിട്ട് എവിടേക്കും പോയില്ലെന്ന് പേര് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്കാണ് പോണത്. പിന്നെ നമ്മളിതാ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. എവിടെയാണ് സ്ഥലം? അപ്പോൾ നമ്മൾ ഏകദേശം ബസ്സിൻ്റെ അടുത്തൊക്കെ എത്താനായി. ബസ്സിൽ എത്തിയപ്പോൾ തന്നെ പാട്ടും DJയും ഡാൻസും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പോയതിൽ വെച്ച് എനിക്കിഷ്ടപ്പെട്ടൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഏകദേശം 5 മണി ആ ടൈമാണ്. 4:30-5 മണിക്കാണ്. പിന്നെ ഇതാ നേരമൊക്കെ വെളിച്ചം വന്നു. ഇപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടോ. ആ ടൈമിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും അത്ര തണുപ്പൊന്നുമില്ല, നല്ല കുറച്ചൊക്കെ തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഇതൊരു 7 മണി ആ ടൈമിലുള്ള വ്യൂ ആട്ടോ. ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടോ ഏകദേശം. അപ്പം നല്ല രസമുള്ള കുന്നുകളും മലകളും ഒക്കെ ഉണ്ട്, മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ നമ്മൾ ചുരം കയറാൻ പോകണമല്ലോ. അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പുണ്ടായിരുന്നല്ലോ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുതപ്പൊക്കെ കൊണ്ടുവരുന്നു, അതൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. മുഖത്തായിരുന്നു ഫുള്ള് തണുപ്പ് വന്ന് അടിച്ചത് കേട്ടോ. പിന്നെ ഇതാ കുറേ മരങ്ങളും കാടും ഒക്കെ ഉണ്ട്, ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം വയനാട് എത്തിയിട്ടൊന്നുമില്ല. അതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് നല്ല രസമുള്ള നീലമല കോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള മലകളും കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ കുറേ പോവാട്ടോ. നമ്മൾ ഇതൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. മലയാണ് അപ്പുറത്ത്, ഫുൾ മലകളാട്ടോ. അതൊക്കെ കാണാൻ ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. ഫോണിൻ്റെ ക്ലിയർ കുറവുണ്ടാകും, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും കാണാൻ. ഇപ്പോൾ നമ്മൾ എന്താണ് കുന്നൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ് നമ്മൾ. ചുരമൊക്കെ കയറുന്ന ടൈമാട്ടോ ഇതൊക്കെ. പിന്നെ ഫുൾ മരങ്ങളും സൂം ചെയ്ത് കാണിച്ചു തരികയാണ്. ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല പച്ചപ്പാണ്. നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ. ഇതൊക്കെ നമ്മൾ ചുരം കയറുന്ന ടൈമാട്ടോ. അവിടെ നിന്നൊക്കെ അടിയിലേക്ക് വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ മേലേക്ക് ഇങ്ങനെ പോട്ടും. കണ്ടില്ല, പച്ചപ്പാണ് ഫുള്ള്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇതിനെ കാണുന്നതിനെക്കാട്ടും ശരിക്കും നല്ല രസമുണ്ട്. പച്ച കളറാണ്, കടും പച്ചയാണ്. നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടോ. കുറേ നേരം ബ്ലോക്കിൽ പെട്ട് ഏകദേശം 1/4 മണിക്കൂർ അങ്ങനെയൊക്കെ നമ്മൾ ബ്ലോക്കിൽ പെട്ടു. പിന്നെ കുറച്ച് നേരം നീങ്ങി പോയി. നമ്മളിതാ ഇപ്പോൾ ഏകദേശം മലകളും കുന്നുകളൊക്കെ കണ്ടു. നമ്മൾ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കയറിപ്പോൾ നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എടുത്തു കൊണ്ടുവരാൻ തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പൂക്കളൊന്നും ഇല്ലാത്ത മരങ്ങളും ഒക്കെ ഉണ്ട്, ഉണങ്ങിയ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഇലകളുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ അടിയിലേക്ക് നോക്കിയാൽ ഫുള്ള് കുണ്ടാണ്. നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇനിയും ഇതിനേക്കാളും മുകളിലുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് പോയ സ്ഥലങ്ങളാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ മരത്തിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും കാണാൻ പറ്റിയില്ല, നല്ല കണ്ടു കേട്ടോ. പോയിട്ട് മൃഗങ്ങളൊക്കെ കണ്ടു വെച്ചാൽ കുരങ്ങനും കാര്യങ്ങളൊക്കെ കണ്ടു. അടിയിൽ ഫുൾ കോട കേട്ടോ. കോട കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടോ. നല്ല വെള്ളപ്പവും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ. അനിയനിതാ തിന്നുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ചിക്കൻ കറി ചപ്പാത്തിയും. പിന്നെ പിന്നെ നമ്മൾ ട്രെക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ പിന്നെ ഉപ്പിലിട്ട കാര്യങ്ങളും ഐസ്ക്രീംസും ഒക്കെ ഉണ്ട്. അതൊന്നും മേടിക്കാൻ നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഒരുപാട് ട്രെക്കിങ് വണ്ടികളും ജീപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളവിടെ പോയി ഇന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 90 രൂപയാണ് വരുന്നത്. എന്നിട്ട് ഇതാ എല്ലാവരും തെക്കി കുത്തി കയറാട്ടോ. നമ്മളെ ടീം വന്നാലേ നമ്മൾക്ക് കയറാൻ പറ്റുള്ളൂ. അതിനിതാ നമ്മളൊക്കെ കയറിട്ടോ. ഞങ്ങളൊക്കെ കയറി ഇരുന്നിട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. ഇതാ നമ്മൾ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അവിടെ എത്തിയിട്ടാണ് ഫുൾ വ്യൂ കാണാൻ പറ്റുക. എല്ലാവരും പോയി വരുന്നവരുണ്ട്. നമ്മൾ പോവുകയാണ്. ഫുള്ള് മേലേക്കാണ്. നമ്മൾ ഏറ്റവും മേലേക്ക് എത്തിയിട്ടോ. ട്രെക്കിങ്ങിൻ്റെ ഭാഗത്താണ് ഏറ്റവും മുകളിലെത്തി നമ്മൾ. അവിടെ നല്ല രസമുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ നമ്മൾ അവിടെ എത്താനായിട്ടോ. അവിടേക്ക് ഇങ്ങനെ കയറുകയാണ്. ഉള്ളിലേക്ക് കയറാനുള്ള ഇതാണ്. കുറച്ചും കൂടി മേലെ കൂടെ ഉള്ളൂ കേട്ടോ. നമ്മളിതാ ഏകദേശം അവിടെ എത്താനായി. അതിൻ്റെ മുൻഭാഗത്താണ് നമ്മൾ ഇറങ്ങുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നടക്കലാട്ടോ. കുറച്ച് ഇങ്ങനെ നടക്കണം, നമുക്ക് കാണാനുള്ള
അവിടെ വേണമെങ്കിൽ ബാത്റൂമിൽ പോവാം കേട്ടോ. ഞങ്ങൾ ഒക്കെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ മലമ്പക്കും ഇതിനൊക്കെ കയറിയത് കേട്ടോ. പിന്നെ ഒരുപാട് ജീപ്പുകൾ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും പോകണമുണ്ട് വരുന്നതുണ്ട്. നമ്മളവിടെ കുറേ നേരം 2-3 മണിക്കൂർ അവിടെ തന്നെ നമ്മൾ നിന്നിട്ടോ. 1.5 മണിക്കൂറൊക്കെ അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തണുപ്പും ഉണ്ടായിരുന്നു, നല്ല രസവും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പോണ വഴിയാട്ടോ ഇതൊക്കെ. ഇനി നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണാം കേട്ടോ. ലാസ്റ്റാണ് ഇതിൽ രസം വരുന്നത്. അവിടെയൊക്കെ ഫുള്ള് മലകളും അടിക്ക് ലോറികളും ഒക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ അതിന് മുൻഭാഗത്ത് എത്തിയിട്ടോ. മലകളും കുന്നുകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാട്ടോ അവിടെ. അപ്പോൾ നമ്മളിതാ ട്രെക്കിങ്ങിൻ്റെ അവിടെയൊക്കെ എത്തി നമ്മൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ടീമൊക്കെ ഇറങ്ങി കേട്ടോ. എല്ലാവരും ഇറങ്ങി. ഇതാ നമ്മൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഓട്ടോകളും കാര്യങ്ങളും എല്ലാവരും പലതായിട്ടും വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിതാ അവിടെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവാം കേട്ടോ. ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഫുൾ വീഡിയോ ആണ്. ആദിവാസികളുടെ വീടും പുൽക്കൂട് വെച്ചിട്ടുള്ള വീടും പിന്നെ അതുപോലെ തന്നെ വെന്നൂരെന്ന് പറഞ്ഞിട്ടുള്ള മലയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ കാണാൻ നിങ്ങൾക്ക്. അതിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ വ്യൂ കേട്ടോ. ഞങ്ങൾ വന്ന ബസ്സൊക്കെ ദൂരത്താട്ടോ. ഞങ്ങൾ ഏറ്റവും മുകളിലാണിത്. അവിടെ കാണാൻ പറ്റും ഞങ്ങളെ ബസ്സൊക്കെ. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നടന്നു പോവാണ്. ഇനി വെന്നൂർ പറഞ്ഞ ആദിവാസികളുടെ കളികളും വീടുകളും ഒക്കെ ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ നടന്നു പോവുക കേട്ടോ. അവിടുത്തെ വ്യൂ ആണ് ഇതൊക്കെ. മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ പോവുകയാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേലോട്ട് പോവാട്ടോ. നടന്ന് പോവാണ്. അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, നിൽക്കാനൊക്കെ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പാർക്കുണ്ട്. അവിടേക്ക് പോകാൻ ക്യാഷ് അവിടെ കൊടുത്തതാണ് നമ്മൾ. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളിലാണ് ഇരിക്കാൻ പറ്റും. ആദിവാസികളുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, അങ്ങോട്ട് ഇങ്ങനെ കയറി പോണ ഇതാണ്. അവിടെ പ്രതിമകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കാം നമുക്ക്. പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് മേലെ പോയാലേ നമുക്ക് അവിടെ എത്തുള്ളൂ. ഇതൊക്കെ അവിടുത്തെ അടിയത്തെ വ്യൂ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ ആ മലേൻ്റെ അങ്ങോട്ട് പോകണം നമ്മളിങ്ങനെ നടന്നു പോവാം കേട്ടോ. പിന്നെ അവിടെ കുറേ ആദിവാസികളുടെ വീടുകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ. കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് മലകളും വീടുകളും. അതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വൈക്കോല്, എന്തൊക്കെയോ കുട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീടുകൾ. കുറേ ഉണ്ട് വീടുകൾ. കുറേയെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് ചായ കുടിക്കണമെങ്കിൽ അവിടുന്ന് ചായ കുടിക്കാം. കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളെല്ലാവരും അങ്ങോട്ട് നടന്ന് പോവാം കേട്ടോ. നമ്മളും അടുത്തി. നല്ല രസമുണ്ടായിരുന്നു വീട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അവിടെ എല്ലാതും കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ കാണുന്ന മലേൻ്റെ മേലെ നമ്മൾ കയറണം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. വെന്നൂർ പറഞ്ഞിട്ടുള്ള ഒരു മലയാണിത്. അതിമെന്ന് ഇറങ്ങാനാ പേടിച്ച് ഗൈസ്. ഇങ്ങോട്ട് മണ്ടിയാ വീകും. അങ്ങനെ എഴുതും നമ്മൾ മേലെത്തിട്ടോ. അപ്പോൾ വെന്നൂരിൽ നിന്നൊക്കെ എഴുതിയിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങൾ. പിന്നെ ആദിവാസികളുടെ ഡാൻസോ എന്തൊക്കെ ഉണ്ട്. ആദിവാസികളുടെ നല്ല രസമുണ്ട്. കുറേ പേരത് കാണാൻ വേണ്ടിയിട്ട് വട്ടം കൂടി നിൽക്കുകയായിരുന്നു കേട്ടോ. അത്രയ്ക്കും പേരുകൾ അത് കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ ഇത് എല്ലാ ദിവസവും ഉണ്ടാവും തോന്നുന്നു, എനിക്കറിയില്ല. നല്ല രസമാണ്. ഞങ്ങളത് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെ കാണുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉള്ള ഇതുപോലെ തന്നെ പണ്ടത്തെ ഈ പുളി പെറുക്കുന്നതും അതുപോലെ തന്നെ കുട, അങ്ങനെയൊക്കെ മുറം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത് നമ്മൾ കുറേ നേരം കണ്ടിരുന്നിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലവർ ഷോക്ക് പോയിട്ട് നമ്മൾ അവിടെ ടിക്കറ്റിന് എത്രയാണോ 70 രൂപയായിട്ടാണ് ഒരാൾക്ക്. പിന്നെ നമ്മൾ ഫ്ലവർ ഷോൻ്റെ അവിടെ കയറി. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്.
പൂപ്പൊലി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി നല്ല രസമുള്ള പൂക്കളും മല്ലികയും ഒക്കെ ഉണ്ട്. എന്തോ പൂപ്പൊലി എന്ന് പറഞ്ഞ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. റിമി ടോം ആർക്കോ വരുന്ന പരിപാടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ ഇതിൽ വരുന്നതായിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് തന്നെ ഇരുന്ന് കാണാം. അപ്പോൾ ഇതാ മല്ലികയും കുറേ പൂക്കളും കുളത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ എടുത്തിട്ടോ. അവിടെ നമ്മളൊന്നും എടുക്കാൻ പാടില്ല, എടുത്താൽ പിടിക്കൂട്ടോ. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അടിപൊളി ക്യാമറേൻ്റെ ക്ലിയറാണ്, ശരിക്കും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രസമുണ്ട് ഇതിൻ്റെ ക്ലിയറൊക്കെ. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു. മാനും പൂക്കളും ഒക്കെ ഉണ്ട്. മാനൊക്കെ പ്രതിമ കേട്ടോ, ഒറിജിനലൊന്നുമല്ല. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നടന്നു പോണ്. അവിടെ ഞങ്ങൾ 1.5-2 മണിക്കൂറായിട്ട് അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. രാത്രിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിട്ട് വണ്ടി. അപ്പോൾ ഇതാ നമ്മൾ കുറേ കണ്ടു, പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടു. വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഫോൺ ക്ലിയർ ഉണ്ടെങ്കിൽ മക്കളെ ഫുൾ വീഡിയോ ആണ്. നല്ല രസമുണ്ടായിരുന്നു. മല്ലിക, പിന്നെ വയലറ്റ് ചെടി, ചുവപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുല്ല് പോകാതിട്ടുള്ള എത്രയോ ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട് കാണാൻ. ഒരുപാട് ആൾക്കാർ, ആ അറ്റം വരെ ആൾക്കാരാണ്, നിറച്ച ആൾക്കാർ എന്നിട്ടോ. നമ്മൾ ഉള്ളിലേക്ക് പോയാൽ അവിടെ പാർക്കും കാര്യങ്ങളും കുട്ടികളെ കളിക്കുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ മരിച്ച ഒരാളെ ശരീരവും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടോ, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ നല്ല പേടിയാവട്ടെ നമുക്ക്. ശരിക്കും ഒരാൾ ശരിക്കത്തെ ഒരാളെ ഡെഡ് ബോഡി ആയിരുന്നു. പിന്നെ ഇതാ ഫുൾ പച്ചപ്പ്, പിന്നെ കുറേ ബട്ടർഫ്ലൈ അവിടെ മേലെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ പാർക്കിൻ്റെ അടുത്ത് പോവുകയാണ്. പിന്നെ ഇതാ പൂപ്പൊലി എന്ന് പറഞ്ഞ ഇതാണ് ഐഫോണിലെടുത്ത് ക്ലിയർ ആട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. എനിക്ക് ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നത് പൂപ്പൊലി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ ഓക്കെ, ബൈ.